ഓം ശ്രീ ഗണേശായ നമഃ. ഓം ശ്രീ സരസ്വത്यै നമഃ. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. ഓം ഹരി ഓം. ശങ്കരാചാര്യസ്വാമികളുടെ മനീഷാ പഞ്ചകം എന്ന കൃതിയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിലെ 2 പ്രാരംഭ ശ്ലോകങ്ങൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടു. അദ്വൈതം അനുഭൂതിയാണ്, എല്ലാവർക്കും അനുഭവമുള്ളതുമാണ്. അത് അനുഭൂതിയിൽ വരുത്താനുള്ള മാർഗം, ഗുരുപദേശത്തിൻ്റെ ആവശ്യം, ഗുരുവിൻ്റെ ലക്ഷണം, അനുഭൂതി എന്നിവയെ സംക്ഷേപിച്ചുപദേശിക്കുന്ന വേദാന്ത സാരസംഗ്രഹമാണ് മനീഷാ പഞ്ചകം എന്ന കൃതി. അന്നമയാദന്നമയം അഥവാ ചൈതന്യമേവ ചൈതന്യാത് ദ്വിജവരദൂരീകർത്തും വാഞ്ചസി കിം ബ്രൂഹി ഗച്ഛ ഗച്ഛേതി. അല്ലയോ സന്യാസി വൈര്യ, അങ്ങ് ശരീരത്തെ ഉദ്ദേശിച്ചാണോ അതോ ആത്മാവിനെ ഉദ്ദേശിച്ചാണോ മാറി നിൽക്കൂ എന്ന് പറയുന്നത്? ശരീരത്തെ ഉദ്ദേശിച്ചാണെങ്കിൽ എല്ലാ ശരീരങ്ങളും അന്നമയങ്ങൾ തന്നെ, പ്രാണമയങ്ങൾ തന്നെ. ആത്മാവിനെ ഉദ്ദേശിച്ചാണെങ്കിൽ ആത്മാവ് ഏകവും നിത്യവുമായ ചൈതന്യമാണല്ലോ. ഈ ഒരു ചോദ്യം ചണ്ഡാലൻ ശങ്കരാചാര്യസ്വാമികളോട് ചോദിക്കുന്നതാണ്. ആ ചോദ്യത്തെ തന്നെ കുറച്ചുകൂടെ വ്യക്തമാക്കാൻ വേണ്ടി 2 ഉദാഹരണങ്ങളിൽ കൂടി ഒന്നും കൂടി പറഞ്ഞു. കിംഗംഗാംബുനിബിംബിതേംബരമണൗ ചണ്ഡാലവാടീപയഃ പൂരേ ചാന്തരമസ്തി കാഞ്ചനഖടി മൃത്കുംഭയോർവാംബരേ പ്രത്യക് വസ്തുനി നിസ്തരംഗസഹജ ആനന്ദാവബോധാംബുധൗ വിപ്രോയം ശ്വപചോയമിത്യപി മഹാൻ കോയം വിഭേദഭ്രമഃ. ഇനി ഇത് വ്യക്തമാക്കുന്ന 2 ഉദാഹരണങ്ങൾ. സൂര്യരശ്മികൾ ഏത് പ്രതലങ്ങളിൽ വീണാലും അത് ശുദ്ധമായി അഴുക്കുപുരളാതെയിരിക്കുന്നു. ഏകവും അദ്വിതീയനുമായ സൂര്യൻ വ്യത്യസ്ത ഉപാധികളിൽ പ്രതിഫലിച്ചാലും സൂര്യന് ഭേദമൊന്നും ഉണ്ടാകുന്നില്ല. പ്രതിഫലിക്കുന്ന ഉപാധിയുമായി സൂര്യന് യാതൊരു സംബന്ധവും ഉണ്ടായിട്ടില്ല. അത് സ്വസ്വരൂപമായി വിരാജിക്കുന്നു. എന്നാൽ ഉപാധിയിൽ മാത്രം നോക്കുന്നവർക്ക് അത് സൂര്യനിലും കൽപ്പിച്ചേക്കാം. ആകാശം ഏതേതു കുടങ്ങളിലിരുന്നാലും ഒരേ ആകാശം തന്നെയായിരിക്കുന്നു. ആകാശം അപരിമിതമാണ്, എന്നാൽ കുടത്തിനുള്ളിൽ പരിമിതമാണ് എന്ന് കുടത്തിനെ മാത്രം ശ്രദ്ധിക്കുന്നവർക്ക് തോന്നാം. ഈ 2 ഉദാഹരണങ്ങൾ കൊണ്ട് നമ്മളുടെ ഉപാധികളാണ് പരിമിതമായിരിക്കുന്നത്, ആത്മാവ് അപരിമിതമാണ് എന്നുള്ള തത്വത്തെ ഇവിടെ പറഞ്ഞു. ഭേദബുദ്ധിയെ നിരസിക്കുകയാണ് പ്രധാനമായിട്ടും നമുക്ക് ചെയ്യാനുള്ളത്. ആദ്യമായി തന്നെ നമ്മൾ ഭേദബുദ്ധിയെ നിരസിക്കണം എന്നാണ് പറഞ്ഞത്. പിന്നീട് പ്രത്യേകാത്മസ്വരൂപത്തെ വർണ്ണിക്കുവാനായി നിസ്തരംഗ സഹജ ആനന്ദ അവബോധാംബുധി എന്ന് അലയൊഴിഞ്ഞ സമുദ്രം പോലെ ശാന്തമായ നിസ്തരംഗം. രാഗദ്വേഷങ്ങളാകുന്ന ദ്വന്ദ്വങ്ങളാണ് മനസ്സിലെ തരംഗങ്ങൾ. അവയൊന്നും തന്നെ ആത്മസ്വരൂപത്തിലില്ലാത്തതിനാൽ അത് നിസ്തരംഗമാകുന്നു. ആത്മാവ് നിസ്തരംഗവും സഹജവുമായ ആനന്ദ അവബോധ സമുദ്രമാകുന്നു. അനന്തവിശാലതയെ കാണിക്കാൻ സമുദ്ര ശബ്ദം ഉപയോഗിച്ചിരിക്കുന്നു. അങ്ങനെ അനന്തമായ ആനന്ദവും ജ്ഞാനവുമാണ് ആത്മസ്വരൂപം. സച്ചിദാനന്ദ സ്വരൂപമായ ആത്മാവ് ഏതേത് ശരീരങ്ങളിൽ ഇരുന്നാലും എന്തു ഭേദമാണുള്ളത്? ബ്രാഹ്മണന്റെ ആത്മാവെന്നും ചണ്ഡാലന്റെ ആത്മാവെന്നും ഒരു ഭേദവുമില്ല. ആത്മജ്ഞാനം ആഗ്രഹിക്കുന്ന ഏതൊരാളും ആദ്യമായി തന്നെ ഭേദബുദ്ധിയെ നിരസിക്കണം. അതാണ് ആദ്യമായി പറഞ്ഞത്. പിന്നീട് ഈ ഒരേ ചൈതന്യമാണ് എല്ലാത്തിലും ഉള്ളത് എന്ന പരമാർത്ഥ സത്യമറിയുന്ന ആൾ ആര് തന്നെയായാലും അയാൾ ഗുരുവാണ്. ആത്മസത്യം വ്യക്തമായി അറിയുന്ന മഹാത്മാവ് ചണ്ഡാലകുലത്തിൽ പിറന്നതാണെങ്കിലും ബ്രാഹ്മണകുലത്തിൽ പിറന്നതാണെങ്കിലും ഒരു ഭേദവുമില്ല, അയാൾ ഗുരു തന്നെയാണ്. ഇതെൻ്റെ ഉറപ്പായ തീരുമാനമാണ് എന്ന് പ്രഖ്യാപിക്കുകയാണ് ആചാര്യസ്വാമികൾ ഓരോ ശ്ലോകത്തിലും. ഇനി നമുക്ക് 1ാമത്തെ ശ്ലോകം കാണാം. ജാഗ്രത് സ്വപ്ന സുഷുപ്തിഷു സ്ഫുടതരാ യാ സംവിദുജൃംഭതേ യാ ബ്രഹ്മാദിപിപീലികാന്തതനുഷു പ്രോതാ ജഗത് സാക്ഷിണി സൈവാഹം ന ച ദൃശ്യവസ്തുതിദൃഢ പ്രജ്ഞാപി യസ്യാസ്തി ചേത്
ചണ്ഡാലോസ്തു സദുദ്വിജോസ്തു ഗുരുരിതി ഏഷാ മനീഷാ മമ. ഇതാണ് ഒന്നാമത്തെ ശ്ലോകം. ഇനി നമുക്കതിൻ്റെ അർത്ഥം കാണാം. ഉണർന്നിരിക്കുമ്പോഴും സ്വപ്നത്തിലും ഉറക്കത്തിലും മറ്റെന്തിനേക്കാളും വ്യക്തമായി സദാ പ്രകടമായിക്കൊണ്ടിരിക്കുന്നതും ജഗത്തിനെ മുഴുവൻ പ്രകാശിപ്പിച്ചുകൊണ്ട് ബ്രഹ്മാവ് മുതൽ ഉറുമ്പ് വരെയുള്ള ശരീരങ്ങളിൽ കോർത്തിണക്കപ്പെട്ടിരിക്കുന്നതുമായ സംവിത് അവബോധം, അതാണ് ഞാൻ. ഉണ്ടാവുകയും മറഞ്ഞു പോവുകയും ചെയ്യുന്ന ദൃശ്യവസ്തുക്കളൊന്നും ഞാനല്ല. ഇപ്രകാരമുള്ള ഉറച്ച ജ്ഞാനം ഒരാൾക്കുണ്ടെങ്കിൽ അദ്ദേഹം ജനനം കൊണ്ട് ചണ്ഡാലനോ ബ്രാഹ്മണനോ ആയിക്കൊള്ളട്ടെ, അദ്ദേഹം ഗുരുവാണ്. ഇതെൻ്റെ സംശയാതീതമായ തീരുമാനമാണ്. ഇതാണ് ഒന്നാമത്തെ ശ്ലോകത്തിൻ്റെ അർത്ഥം. ഇപ്പോൾ നമ്മൾ കാണുന്ന 1 മുതൽ 4 വരെയുള്ള ശ്ലോകങ്ങളിൽ ഓരോന്നിലുമായി 4 മഹാവാക്യങ്ങളെയാണ് വിവരിക്കുന്നത് ആചാര്യസ്വാമികൾ. ഓരോ ശ്ലോകത്തിലും ഓരോ മഹാവാക്യങ്ങളെ എടുത്തു കാണിക്കുകയാണ്. അതുകൊണ്ട് നമുക്ക് ഈ ശ്ലോകം തുടങ്ങുന്നതിന് മുമ്പായി തന്നെ മഹാവാക്യങ്ങൾ എന്തൊക്കെയാണ് ഒന്ന് കാണാം. മഹാവാക്യങ്ങൾ 4 മഹാവാക്യങ്ങളാണുള്ളത് എന്ന് നമ്മൾക്ക് എല്ലാവർക്കും അറിയാം. മഹാവാക്യം എന്നാൽ ജീവാത്മ പരമാത്മ ഐക്യബോധകവാക്യം എന്നാണ് അർത്ഥം. അതായത് ജീവാത്മ പരമാത്മ ഐക്യം കാണിക്കുന്ന വാക്യങ്ങളാണ് മഹാവാക്യങ്ങൾ. ഋഗ്വേദം, യജുർവേദം, സാമവേദം, അഥർവവേദം എന്ന 4 വേദങ്ങളിൽ നിന്നും എടുത്തിരിക്കുന്നതാണ് 4 മഹാവാക്യങ്ങൾ. എല്ലാ വേദങ്ങളിലും ഒട്ടേറെ മഹാവാക്യങ്ങളുണ്ട്. എന്നാൽ എല്ലാ വേദങ്ങളും ഒരേ സന്ദേശം തന്നെയാണ് തരുന്നതെന്ന് കാണിക്കുവാനായിട്ടാണ് ഓരോ വേദങ്ങളിൽ നിന്നും ഓരോ മഹാവാക്യങ്ങളെടുത്ത് ഉദാഹരണമായി പറയുന്നത്. 4 മഹാവാക്യങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമതായി പ്രജ്ഞാനം ബ്രഹ്മ. ഇത് ഋഗ്വേദത്തിൽ നിന്നും ഐതരേയ ഉപനിഷത്തിൽ നിന്നും എടുത്തിട്ടുള്ളതാണ്. ഋഗ്വേദ മഹാവാക്യമാണ് പ്രജ്ഞാനം ബ്രഹ്മ, ഐതരേയ ഉപനിഷത്തിൽ വരുന്നതാണ്. രണ്ടാമത് അഹം ബ്രഹ്മാസ്മി. ഇത് യജുർവേദ മഹാവാക്യമാണ്, ബൃഹദാരണ്യക ഉപനിഷത്തിൽ വരുന്നതാണ്. മൂന്നാമത് തത്വമസി, സാമവേദ മഹാവാക്യമാണ്, ഛാന്തോക്യ ഉപനിഷത്തിൽ നിന്ന് വരുന്നതാണ്. അയം ആത്മാ ബ്രഹ്മ നാലാമത്തത് അഥർവവേദ മഹാവാക്യമാണ്, മാണ്ഡൂക്യ ഉപനിഷത്തിൽ നിന്ന് വരുന്നതാണ്. ഇങ്ങനെ പ്രജ്ഞാനം ബ്രഹ്മ ഋഗ്വേദത്തിൽ നിന്നും, അഹം ബ്രഹ്മാസ്മി യജുർവേദത്തിൽ നിന്നും, തത്വമസി സാമവേദത്തിൽ നിന്നും, അയം ആത്മാ ബ്രഹ്മ അഥർവവേദത്തിൽ നിന്നും, ഇങ്ങനെ 4 വേദങ്ങളിൽ നിന്നും ഓരോ സാമ്പിൾ മഹാവാക്യങ്ങളെടുത്ത് തിരഞ്ഞെടുത്ത് പറയുന്നതാണ്. ഇവയെല്ലാം ജീവാത്മ പരമാത്മ ഐക്യം കാണിക്കുന്ന മഹാവാക്യങ്ങളാണ്. ഇനി വേദങ്ങളിലെ വേദപൂർവഭാഗങ്ങൾ ജീവനെയും ഈശ്വരനെയും പ്രത്യേകം പറയുന്നതാണ്. ഇതിന് കർമ്മകാണ്ഡം എന്ന് പറയും. ജീവനിൽ നിന്ന് വ്യത്യസ്തമായ ഒരു ഈശ്വരനെ പ്രീതിപ്പെടുത്താൻ വേണ്ടി കർമ്മങ്ങൾ ഉപദേശിക്കുന്ന ഭാഗമാണ് കർമ്മകാണ്ഡം. എന്നാൽ വേദാന്തം എന്നറിയപ്പെടുന്ന വേദത്തിൻ്റെ അവസാന ഭാഗമായ ജ്ഞാനകാണ്ഡം ജീവാത്മ പരമാത്മ ഐക്യം ബോധിപ്പിക്കുന്ന ഭാഗമാണ്. ജീവനും ഈശ്വരനും ഒന്നാണ്, അല്ലെങ്കിൽ ജീവാത്മാവും പരമാത്മാവും ഒന്ന് തന്നെയാണ്. ഈ ഐക്യം സൂചിപ്പിക്കുന്ന വാക്യങ്ങളെയാണ് മഹാവാക്യം എന്ന് പറയുന്നത്. വ്യക്തി ശരീരത്തിലുള്ള വ്യഷ്ടി ചൈതന്യത്തെ നാം ജീവാത്മാവെന്നും പ്രപഞ്ചത്തിലാകെ വ്യാപിച്ചിരിക്കുന്ന സമഷ്ടി ചൈതന്യത്തെ നാം പരമാത്മാവെന്നും പറയുന്നു. ഒരേ ചൈതന്യം അഥവാ ആത്മാവ് തന്നെയാണ് വ്യഷ്ടിയിലും സമഷ്ടിയിലും വ്യാപിച്ചിരിക്കുന്നത്. എപ്രകാരമാണോ കടലിലെ തിരകളും പതയും നുരയും എല്ലാം ജലം തന്നെയായിരിക്കുന്നത്, അതുപോലെ ജീവൻ്റെയും ജഗത്തിൻ്റെയും ആധാരമായിരിക്കുന്ന ചൈതന്യം ഒരേ ചൈതന്യമാണ്. അതുകൊണ്ട് ജീവാത്മാവും പരമാത്മാവും പരമാർത്ഥത്തിൽ ഒന്ന് തന്നെയാണ്, ഒരു ഭേദവുമില്ല. രണ്ടുണ്ടെന്ന് തോന്നുന്ന പരിമിതികളൊന്നും വാസ്തവത്തിൽ ചൈതന്യത്തിൻ്റെ അല്ല, മറിച്ച് ഭൗതിക ശരീരത്തിൻ്റെ ആണ്. ഇത് മനസ്സിലാക്കി കഴിയുമ്പോൾ ജീവനും ഈശ്വരനും ഒന്ന് തന്നെയാണെന്ന് മനസ്സിലാക്കുവാൻ നമ്മൾക്ക് കഴിയും. ഇതിനെയാണ് ഈശ്വര ഐക്യം എന്ന് പറയുന്നത്. ജീവാത്മ പരമാത്മ ഐക്യം ബോധിപ്പിക്കുന്ന വാക്യങ്ങളെല്ലാം മഹാവാക്യങ്ങളാണ്. ഇവിടെ ആദ്യത്തെ ശ്ലോകത്തിൽ പ്രജ്ഞാനം ബ്രഹ്മ എന്ന ഋഗ്വേദ മഹാവാക്യമാണ് വിവരിക്കുന്നത്. ഏവർക്കും സുപരിചിതമായ നമ്മളുടെ ജീവിതത്തിലെ ദിവസവും നമ്മൾ കടന്നു പോകുന്ന 3 അവസ്ഥകൾ എടുത്തിട്ടാണ്, ജാഗ്രത്, സ്വപ്നം, സുഷുപ്തി എന്നീ 3 അവസ്ഥകൾ എടുത്ത് അപഗ്രഥിച്ചുകൊണ്ടാണ് ആത്മാവിൻ്റെ സ്വരൂപത്തെക്കുറിച്ച് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത് ഈ ശ്ലോകത്തിൽ. യാ സംവിത് ഉജ്ജൃംഭതേ, ഏതൊരു ബോധമാണോ
മറ്റെന്തിനേക്കാളും സ്ഫുടമായി വ്യക്തമായി ജാഗ്രത്, സ്വപ്ന, സുഷുപ്തി എന്നീ 3 അവസ്ഥകളിലും സദാ പ്രകടമായിക്കൊണ്ടിരിക്കുന്നത് ആ ബോധം, ആ പ്രജ്ഞാനം ഞാൻ തന്നെയാണ്. ഈ 3 അവസ്ഥകളിലും തുടർച്ചയായുള്ള ഞാൻ എന്ന ബോധം, ആ ജ്ഞാനം, അത് തന്നെയാണ് ജഗത്തിനെ മുഴുവൻ പ്രകാശിപ്പിച്ചുകൊണ്ട് ബ്രഹ്മാവ് മുതൽ ഉറുമ്പ് വരെയുള്ള ശരീരങ്ങളിൽ കോർത്തിണക്കപ്പെട്ടിരിക്കുന്നത്. ഗീതയിൽ ഭഗവാൻ പറയുന്നുണ്ടല്ലോ, മത്ത പരതരം നാന്യത് കിഞ്ചിദസ്തി ധനഞ്ജയ മയി സർവമിദം പ്രോതം സൂത്രേ മണിഗണായിവ. ഭഗവാൻ പറയുന്നുണ്ട് 7-ാം അധ്യായത്തിൽ, അല്ലയോ അർജുന, എന്നിൽ നിന്ന് ഭിന്നമായി ഒന്നും തന്നെയില്ല. ചരടിൽ മുത്തുകൾ എന്ന പോലെ ഈ കാണുന്ന പ്രപഞ്ചഘടകങ്ങളൊക്കെയും എന്നിൽ അല്ലെങ്കിൽ ഞാനാകുന്ന ആത്മാവിൽ കോർക്കപ്പെട്ടിരിക്കുന്നു. ഏതൊരു ചൈതന്യമാണോ ജാഗ്രത്തിലും സ്വപ്നത്തിലും സുഷുപ്തിയിലും ഈ 3 അവസ്ഥകളിലും വ്യക്തമായി എന്നിൽ പ്രകടമായിക്കൊണ്ടിരിക്കുന്നത്, ആ ബോധം, പ്രജ്ഞാനം, ആ ചൈതന്യം തന്നെയാണ് ഈ ജഗത്തിനെ മുഴുവനും പ്രകാശിപ്പിച്ചുകൊണ്ട് ബ്രഹ്മാവ് മുതൽ ഉറുമ്പ് വരെയുള്ള ശരീരങ്ങളിൽ കോർത്തിണക്കപ്പെട്ടിരിക്കുന്നത്. വ്യക്തി ശരീരങ്ങളിലുള്ള വ്യഷ്ടി ചൈതന്യത്തെ നാം ജീവാത്മാവെന്നും പ്രപഞ്ച വസ്തുക്കളിലുള്ള സമഷ്ടി ചൈതന്യത്തെ നാം പരമാത്മാവെന്നും പറയുന്നു. ഇത് മുമ്പേ സൂചിപ്പിച്ചു. ആദ്യമായി ആത്മാവിൻ്റെ സ്വരൂപത്തെക്കുറിച്ച് മനസ്സിലാക്കാനായി അവസ്ഥാത്രയങ്ങളെ, അതായത് ജാഗ്രത്, സ്വപ്നം, സുഷുപ്തി എന്നീ 3 അവസ്ഥകളാണ് അവസ്ഥാത്രയങ്ങൾ. അവസ്ഥാത്രയങ്ങളെ വിവേചനം ചെയ്ത് പഠിക്കുകയാണ്. ഉണർന്നിരിക്കുന്ന അവസ്ഥ, അതായത് നമ്മൾ പഞ്ചേന്ദ്രിയങ്ങളെ കൊണ്ട് ശ്രോത്രേന്ദ്രിയം, ത്വഗേന്ദ്രിയം, നേത്രേന്ദ്രിയം, രസനേന്ദ്രിയം, ഘ്രാണേന്ദ്രിയം, ഈ 5 ഇന്ദ്രിയങ്ങളെ കൊണ്ട് നമ്മൾ ശബ്ദ, സ്പർശ, രൂപ, രസ, ഗന്ധ വിഷയങ്ങളെ അറിയുന്നു. ഇങ്ങനെ ഇന്ദ്രിയങ്ങളും മനസ്സും ഉണർന്നിരിക്കുന്ന അവസ്ഥയാണ് ജാഗ്രത അവസ്ഥ. ഇനി സ്വപ്നം. ഇന്ദ്രിയങ്ങൾ ലയിച്ചിരിക്കുന്നു, എന്നാൽ ജാഗ്രത അവസ്ഥയിലെ സംസ്കാരത്തിനനുസരിച്ച് അന്ധക്കരണത്തിൽ മനസ്സിലുണ്ടാകുന്ന വൃത്തികളാണ് സ്വപ്നം. സ്വപ്നത്തിൽ മനസ്സ് പൂർണ്ണമായും ലയിക്കുന്നില്ല, ഇന്ദ്രിയങ്ങൾ ലയിച്ചിരിക്കുന്നു. സുഷുപ്തി. ഇന്ദ്രിയങ്ങളും മനസ്സും എല്ലാ വൃത്തികളും ലയിച്ചിരിക്കുന്ന, ഞാൻ സുഖമായി ഉറങ്ങി, ഞാൻ ഒന്നും അറിഞ്ഞില്ല എന്നനുഭവിക്കുന്ന അവസ്ഥയാണ് സുഷുപ്തി അല്ലെങ്കിൽ ഡീപ്പ് സ്ലീപ്പ്. മാണ്ഡൂക്യോപനിഷത്തിൽ സുഷുപ്തിയെക്കുറിച്ച് പറയുന്നത് ഇങ്ങനെയാണ്: യത്ര സുപ്തോ ന കഞ്ചന കാമം കാമയതേ ന കഞ്ചന സ്വപ്നം പശ്യതി തത് സുഷുപ്തം. യാതൊരവസ്ഥയിലാണോ ഉറങ്ങിയവൻ യാതൊരു കാമത്തെയും കാമിക്കാത്തത്, ഒരാഗ്രഹങ്ങളും ഇല്ലാത്തത്, യാതൊരു സ്വപ്നത്തെയും അനുഭവിക്കാത്തത്, ആ അവസ്ഥയാണ് സുഷുപ്തി. സുഷുപ്തിയിൽ എല്ലാ വൃത്തികളും ലയിച്ചിരിക്കുന്നു. അവിടെ സ്വരൂപാനുഭവം മാത്രമേയുള്ളൂ, യാതൊരു ഭേദവ്യവഹാരങ്ങളും അവിടെ ഇല്ല. ഞാൻ ഒന്നും അറിയുന്നില്ല എന്ന അജ്ഞാനത്തിൻ്റെ മറയുള്ളതുകൊണ്ട് നമുക്ക് ആത്മാനുഭവം അറിയുന്നില്ല. എന്നാൽ ഉണർന്നു കഴിയുമ്പോൾ നമ്മളത് പറയുന്നുണ്ട്, ഞാൻ സുഖമായി ഉറങ്ങി, ഞാൻ ഒന്നും അറിഞ്ഞില്ല എന്ന് പറയുന്നുണ്ട്. ഇങ്ങനെ ജാഗ്രത്, സ്വപ്ന, സുഷുപ്തി എന്നീ 3 അവസ്ഥകളിൽ കൂടിയുള്ള യാത്രയാണ് ജീവൻ്റെ അനുഭവങ്ങൾ. ഓരോ അവസ്ഥയിലും അതാണ് സത്യമെന്ന് കരുതി ജീവൻ സുഖദുഃഖങ്ങളിൽ കൂടി കടന്നുപോകുന്നു, സംസാരിയായി കഴിയുന്നു. ഇങ്ങനെ അവസ്ഥാത്രയങ്ങൾ, ആ അവസ്ഥാത്രയങ്ങൾക്കെല്ലാം അതീതനും അവസ്ഥാത്രയത്തെ, ഈ 3 അവസ്ഥകളെയും സാക്ഷിയായി ദർശിക്കുകയും ചെയ്യുന്നതാണ് ഞാൻ എന്ന് പറയുന്ന ആത്മാവ്. ഈ ആത്മതത്വം സാക്ഷാത്കരിക്കുന്ന നിമിഷം നമ്മൾ ഈ ക്ലേശങ്ങളിൽ നിന്നെല്ലാം മുക്തനാകുന്നു, ജീവൻ മുക്തിയാകുന്നു. അതിനുള്ള വിചാരമാണ് ഈ ശ്ലോകം. ഈ 3 അവസ്ഥകളെയും അറിയുന്ന, 3 അവസ്ഥകളുടെയും ആധാരമായിരിക്കുന്ന സംവിത്, ജ്ഞാനസ്വരൂപം, അതാണ് ഞാൻ. ജ്ഞാനസ്വരൂപനായ എന്നിലാണ് അവസ്ഥാത്രയങ്ങൾ മാറി മാറി വരികയും പോവുകയും ചെയ്യുന്നത്. അതുകൊണ്ട് അവസ്ഥാത്രയങ്ങൾക്ക് ഞാൻ സാക്ഷിയാണ്, അത് അതീതനുമാണ്. എന്നിലാണ് 3 അവസ്ഥകളിലൂടെയുള്ള ദൃശ്യങ്ങൾ നടക്കുന്നത്. ഞാൻ ദൃക്കും, അവസ്ഥാത്രയങ്ങൾ ദൃശ്യങ്ങളുമാണ്. അതാണിവിടെ സംവിത് ഉജൃംഭതേ എന്ന് ആചാര്യസ്വാമികൾ പറഞ്ഞിരിക്കുന്നത്. ഏതൊരു ബോധമാണോ മറ്റെന്തിനേക്കാളും സ്ഫുടമായി ജാഗ്രത്, സ്വപ്ന, സുഷുപ്തി എന്നീ 3 അവസ്ഥകളിലും സദാ പ്രകാശിച്ചു കൊണ്ടിരിക്കുന്നത്, ആ ബോധം, പ്രജ്ഞാനം ഞാൻ തന്നെയാണ്. പ്രജ്ഞാനം ബ്രഹ്മ എന്ന മഹാവാക്യമാണ് ഇവിടെ വരുന്നത്. ഏകവും
അദ്വിതീയവുമായ ജ്ഞാനമാണ്, ആത്മബോധമാണ്. സൈവാഹം നജ ദൃശ്യവസ്തു എന്നിവിടെ പറഞ്ഞിരിക്കുന്നത് സ ഏവ അഹം, ആ ബോധം അത് ഞാൻ തന്നെയാണ്. എന്നാൽ നജ ദൃശ്യവസ്തു, ഉണ്ടായി മറയുന്ന ദൃശ്യവസ്തുക്കളൊന്നും ഞാനല്ല. അതാണ് ഈ പ്രഖ്യാപനമാണ് ഇവിടെ ഈ ശ്ലോകത്തിൽ ആചാര്യസ്വാമികൾ ചെയ്യുന്നത്. യാതൊരു ചൈതന്യമാണോ ജഗത്തിനെ മുഴുവൻ പ്രകാശിപ്പിച്ചുകൊണ്ട് ബ്രഹ്മാവ് മുതൽ ഉറുമ്പ് വരെയുള്ള ശരീരങ്ങളിൽ കോർത്തിണക്കപ്പെട്ടിരിക്കുന്നത്, ആ സംവിത് അവബോധം ഞാൻ തന്നെയാണ് എന്ന് ആ ഏകാത്മകതയെ കാണിക്കുകയാണ് ഇവിടെ. ബ്രഹ്മാവ് മുതൽ ഉറുമ്പ് വരെയുള്ള സമസ്ത ജീവജാലങ്ങളിലും ആത്മാവ് ഏകമാണെന്ന് ഉറപ്പിച്ചു പറയുന്നു. ഏകോ ദേവ സർവഭൂതേഷു, സർവഭൂതങ്ങളിലും ഏകനായ ദേവൻ ഞാനാണ് എന്ന് ശ്വേതാശ്വതര ഉപനിഷത്തിൽ പറയുന്നു. ഭഗവത്ഗീതയിൽ 13-ാം അധ്യായത്തിൽ ഭഗവാൻ പറയുന്നുണ്ട്, ക്ഷേത്രജ്ഞം ചാപി മാം വിദ്ധി സർവക്ഷേത്രേഷു ഭാരത. അർജുന, എല്ലാ ശരീരങ്ങളിലും ആത്മാവ് ഞാൻ ഏകനെന്ന് നീ അറിയൂ എന്ന്. ഇങ്ങനെ ശ്രുതിവാക്യങ്ങൾ ആത്മ ഐക്യത്തെ ഒരുപാട് ശ്ലോകങ്ങളിൽ വെളിപ്പെടുത്തുന്നുണ്ട്. മാത്രമല്ല, ഏകമായ സംവിത് സ്വരൂപത്തിലാണ് ബ്രഹ്മാവ് മുതൽ ഉറുമ്പ് വരെയുള്ള സമസ്ത ജീവജാലങ്ങളുടെയും ആത്മാവ് കോർക്കപ്പെട്ടിരിക്കുന്നത്. ഇത് ഭഗവത്ഗീതയിൽ തന്നെ 9-ാമത്തെ അധ്യായത്തിൽ പറയുന്നു. മയാ തതമിദം സർവം ജഗദവ്യക്തമൂർത്തിനാ മസ്താനി സർവഭൂതാനി നചാഹം തേഷ്വവസ്ഥിതഃ. അവ്യക്തമൂർത്തിയായ എന്നാൽ ഈ ജഗത്ത് അഖിലവും വ്യാപ്തമാണ്. എല്ലാ ഭൂതങ്ങളും എന്നിൽ നിലകൊള്ളുന്നു, ഞാനാകട്ടെ അവയിലൊന്നും പരിച്ഛിന്നനായിരിക്കുന്നില്ല. ഇത് ഭഗവാൻ പറയുന്നതാണ് ഗീതയിൽ. ഇപ്രകാരം വ്യഷ്ടിയിലും സമഷ്ടിയിലും പ്രകാശിക്കുന്നത് ഏകമായ സംവിത് സ്വരൂപം തന്നെയാണ്. ഈ പരമമായ തത്വം ഉപദേശിച്ച ശേഷം ജീവ, ജഗത്, ഈശ്വരൻ എല്ലാം ഏകവും അദ്വിതീയവുമായ സത്യമാണെന്ന് പറയുന്നതാണ് ജഗത് സാക്ഷിനി എന്ന പ്രയോഗം. ഒരേ ചൈതന്യം തന്നെയാണ് വ്യഷ്ടിയിലും സമഷ്ടിയിലും സാക്ഷിയായി നിൽക്കുന്നത്. ആ ചൈതന്യമാണ് ആത്മാവ്. സൈവാഹം സ ഏവ അഹം അസ്മി, അത് തന്നെയാകുന്നു ഞാൻ. ഈ ശ്ലോകത്തിൽ ഇതാണ് മഹാവാക്യമായിട്ട് വരുന്നത്. ഏതൊരു ചൈതന്യമാണോ ജഗത് സാക്ഷിയായിരിക്കുന്നത്, ആ ചൈതന്യം തന്നെയാകുന്നു ഞാൻ. മാത്രമല്ല, ഉണ്ടായി മറയുന്ന ദൃശ്യവസ്തുക്കളൊന്നും ഞാനല്ല തന്നെ. നജ ദൃശ്യവസ്തു എന്ന ദൃഢനിശ്ചയം ഉണ്ടാവണം. ഇപ്രകാരമുള്ള ഉറച്ച ജ്ഞാനം ഒരാൾക്കുണ്ടെങ്കിൽ അദ്ദേഹം ജനനം കൊണ്ട് ചണ്ടാലനോ ബ്രാഹ്മണനോ ആയിക്കൊള്ളട്ടെ, അദ്ദേഹം ഗുരുവാണ്. ഇതെൻ്റെ സംശയാതീതമായ തീരുമാനമാണ്. ഇതാണ് ഈ ശ്ലോകത്തിൻ്റെ അർത്ഥം. ഇനി ശ്ലോകം 2-ാമത്തെ ശ്ലോകം നമ്മൾക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. ഓം തത്സത്. ഓം പൂർണ്ണമദ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യത്തെ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യത്തെ. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം.